Varna Group of Companies in YouTube channel Swagatham. Upon Okeana, എല്ലാവരും വീട്ടിലിരുന്ന് സേഫായി ഓണം ആഘോഷിക്കണം. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ, അതായത് പുറമേ പോയി ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കണം. ഇപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോവിഡ് എന്നുള്ള ഒരു മഹാമാരി എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ആഘോഷിക്കുകയാണ് ഓണം. അപ്പോൾ എല്ലാവർക്കും വർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ വൈവിധ്യമാർന്ന കളറുകളുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതും അങ്ങനെ വൈവിധ്യമാർന്ന കളറുകളിലുള്ള ഗ്ലാസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മോഡുലാർ കിച്ചൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കിച്ചൺ കബോർഡ്സൊക്കെ ഇപ്പോൾ വുഡൻ ഫിനിഷ് മാറിയിട്ട് ഗ്ലാസ് ഫിനിഷിലേക്ക് മാറി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആ പല നിറത്തിലുള്ള ഗ്ലാസ്സുകൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കാണാൻ എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മോഡുലാർ കിച്ചണിലെ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് ലാക്കേർഡ് ഗ്ലാസ്സസ്. അപ്പോൾ ഞാനിന്നിവിടെ കുറച്ച് ഗ്ലാസ്സസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ കണ്ടോ, ഒത്തിരി കളേഴ്സ് ഇതിൽ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണേ. നമുക്കിതിൽ 14 കളേഴ്സ്, 14 കളറുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഇതിൻ്റെ തിക്നെസ് വന്നിട്ട് ഒരു 4 mm 6 mm തിക്നെസ്സിൽ നമുക്ക് ഈ ഗ്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ ലാക്കേർഡ് ഗ്ലാസ്സിൽ ഞാൻ പറഞ്ഞു 14 കളറുകൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ ഒരു 11 കളേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പം ചില കസ്റ്റമേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അവർക്ക് അധികം വേണ്ട വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മതി അടുക്കള എന്നുള്ള ചിലർക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എപ്പോഴും നമ്മുടെ ഈ വൈറ്റ് ഗ്ലാസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. ആ വൈറ്റിൽ തന്നെ ഓഫ് വൈറ്റും അൾട്രാ വൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കൂടുതലും അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത് ഈ ഓറഞ്ച്, അതുപോലെ ഗ്രീൻ, ഈ ബ്ലൂ, റെഡ്, പിന്നെ അതുപോലെ തന്നെ ഈ യെല്ലോ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ചില ആളുകൾ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിൻ്റെ ബ്ലാക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ അടുക്കളേനെ കാണാൻ ഇഷ്ടം, ചിലർക്ക് കളർഫുള്ളായിട്ടായിരിക്കും, ചിലർക്ക് അത് വൈറ്റിലോ അല്ലെങ്കിൽ ബ്ലാക്കിലോ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മുടെ അടുക്കള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാനിലാക്ക് ഗ്ലാസ്സുകൾ, അതായത് ലാക്വേർഡ് ഗ്ലാസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ലാക്വേർഡ് ഗ്ലാസ്സുകൾ നമ്മൾ അടുക്കളയുടെ കബോർഡ്സിലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണമെന്നും അതുപോലെ അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണേ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ഒരു കിച്ചൺ ഡിസ്പ്ലേ യൂണിറ്റിൽ എങ്ങനെയാണ് അത് ചെയ്തിരിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കിച്ചൺ ഡിസ്പ്ലേ യൂണിറ്റിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗം വന്നിട്ട് റെഡ് കളറിലുള്ള ഗ്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില കസ്റ്റമേഴ്സിന് കളർഫുള്ളായിരിക്കണം അടുക്കള എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ നമുക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച്, ഗ്രീൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതിലത്തെ ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ റെഡ് കളറാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ താഴ്ഭാഗത്തെ കബോർഡ്സ്, അതായത് ഈ ഒരു ബാസ്ക്കറ്റുകളൊക്കെ വെച്ചിരിക്കുന്ന കബോർഡ് ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇതിൽ വലിയൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റൗവിൻ്റെ പുറകുവശം, അതായത് ഇവിടെ വോളല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതും ഗ്ലാസ്സാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും എങ്ങനെയാ വെച്ചാൽ കിച്ചൺ കബോർഡ്സിലൊക്കെ നമ്മൾ 4 mm ഗ്ലാസ് വയ്ക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ചിമ്മിനിയുടെ അല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഗ്ലാസ് നമ്മൾ 6 mm ടഫൻ ഗ്ലാസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിത് ചൂടൊക്കെ വരുമ്പോൾ പൊട്ടാതിരിക്കാനും അങ്ങനെ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 6 mm ഗ്ലാസ് ഇവിടേക്ക് പ്രിഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഈ ഒരു അടുപ്പിൻ്റെ പുറകുവശം വോളായിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കുക്കറൊക്കെ വയ്ക്കുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിലൊക്കെ വരുമ്പം അതിന് എപ്പോഴും തെറിച്ച് നമ്മളുടെ ചുമരൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് മിക്ക വീടുകളിലും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഗ്ലാസ് വയ്ക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്തെങ്കിലും തെറിച്ച് അതിലേക്ക് പോയാലും നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക വേണ്ടു. എപ്പോഴും നീറ്റും ഹൈജീനായിട്ട് നമ്മുടെ അടുക്കള ഉണ്ടായിരിക്കും. അതാണ് നമ്മളെപ്പോഴും ഈ ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിലാക്ക് ഗ്ലാസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.